അകാലനരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഹെയർഡേയൊക്കെ ഉപയോഗിച്ച് ശരിയായിട്ടുള്ള കളറൊന്നും കിട്ടാതെ മടുത്തിരിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി നമ്മുടെ ഡൈക്ക് നല്ലൊരു കളർ കിട്ടും. അതേപോലെ കുറച്ച് കിച്ചൺ ടിപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഫുഡൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ബോക്സ് കിട്ടാറുണ്ട്. അത് കളയാതെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇട്ട് മിക്സ് ആക്കിയാലും മതി. ഞാനിപ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൂമിൽ ജനലിൻ്റെ സൈഡിലെ കട്ടിലിൻ്റെ താഴെ ഒക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ആ റൂമിൽ നല്ലൊരു പോസിറ്റീവ് എനർജി, നല്ലൊരു റൂം ഫ്രഷനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മഴക്കാലത്ത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം, അതുപോലെ ഈർപ്പമൊക്കെ തങ്ങി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ആ ഈർപ്പമൊക്കെ വലിച്ചെടുക്കുന്നതായിരിക്കും. അതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുതേ. രണ്ടാമത്തെ ടിപ്പ്, കുറേ ഏറെ തേങ്ങ തിരുമ്പി നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ വെച്ചിട്ട് പിന്നീട് എടുക്കുന്ന സമയത്ത് അതിലൂടെ കട്ടയായിട്ടിരിക്കും. നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തേങ്ങ എടുത്ത് തിരുമ്മി ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണോ കൈകൊണ്ടോ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് തിരിച്ച് ഫ്രീസറിൽ തന്നെ അതേപോലെ തന്നെ വെക്കാവുന്നതാണ്. എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കട്ട കെട്ടുന്നത് ഒഴിവായി കിട്ടും. പിന്നീട് അതിൽ ഐസ് കെട്ടിയിരിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് മീനും ചിക്കനും ഈ രീതി തന്നെ ചെയ്യാവുന്നതാണ്. ഐസ് കെട്ടിയിരിക്കത്തില്ല. മൂന്നാമത്തെ ടിപ്പ്, ഇവിടെ ഒരു പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കെട്ടൊന്ന് അഴിച്ചിട്ട് അതിൽ ഉണങ്ങിയും കരിഞ്ഞുമൊക്കെ ഇരിക്കുന്ന അഴുക്കായിട്ടുള്ള പാട്ടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇല വാടിയതും അതുപോലെ മഞ്ഞ കളർ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ അതിന് വേരൊക്കെ ഉണ്ടെങ്കിൽ ആ പാട്ടും ഒന്ന് മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ അതുപോലെ മല്ലിയിലൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ അതിലെ അഴുക്കെല്ലാം മാറ്റി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ അതിൽ അഴുക്കെല്ലാം മാറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേശ്ശെയായിട്ട് എടുത്ത് അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 വെള്ളത്തിൽ ഇട്ട് വേണം അത് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ കഴുകിയെടുക്കാനായിട്ട് ഒരു കുറച്ച് വാട്ടർ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് അതിൽ ആ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ട് വേണം ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി ഒലച്ചിങ്ങ് എടുക്കുകയാണെങ്കിൽ ആ ലീഫെല്ലാം അതിൻ്റെ ആ ഫ്രഷ്നെസ് ഒന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒന്ന് വളരെ കെയർഫുള്ളായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒന്ന് പൊക്കി വെള്ളത്തിൽ മുക്കി ഒന്ന് എടുത്ത് ആ രീതിയിലാണ് ഞാൻ ഇവിടെ കഴുകിയെടുക്കുന്നത്. 3-4 പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അധികം മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത പാട്ടും ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഉപ്പും വിനാഗിരി ഒഴിച്ച് കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇതേ രീതി തന്നെ 3-4 പ്രാവശ്യം വെള്ളം മാറ്റിയെടുത്ത് ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വെള്ളം വാലാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിലോട്ട് ഈ പാത്രം ഒന്ന് ചരിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലെ വെള്ളം എല്ലാം ഊർന്ന് ആ പാത്രത്തിലോട്ട് വീഴും. പെട്ടെന്ന് തന്നെ അത് തോന്ന് കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ ഒന്ന് വെക്കുവാണെങ്കിൽ മല്ലിയിലെ വെള്ളം എല്ലാം നന്നായിട്ട് തോർന്ന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു പാത്രത്തിലോട്ട് ടവലിട്ട് കൊടുത്തിട്ട് ആ മല്ലിയില നിരത്തിയിട്ട് കൊടുത്ത് അതിലെ വെള്ളം എല്ലാം ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പറോ അല്ലാത്ത ഒരു കോട്ടൻ്റെ തുണിയും വെച്ചിട്ടാണ് ഒപ്പിയെടുക്കുന്നത്. കുറേശ്ശായിട്ട് മല്ലിയില ഇട്ട് കൊടുത്ത് അതിലെ വെള്ളം എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. നമ്മൾ കഴുകുമ്പോഴേ അതുപോലെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഇലയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് തോർത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ തണ്ടും എടുത്തിട്ട് അതിൻ്റെ ലീഫ് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ലീഫൊക്കെ അടർത്തി മാറ്റുന്ന സന്ദർഭത്തിൽ നമുക്ക് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്രേറ്റർ എടുത്തിട്ട് അതിൻ്റെ ഹോളിൽ കൂടെ ആ തണ്ടൊന്ന് കടത്തി വിട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ആ ലീഫ് എല്ലാം സെപ്പറേറ്റായി കിട്ടുന്നതായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സെപ്പറേറ്റാക്കി ലീഫ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഗ്രേറ്ററിൻ്റെ ഹോള് കുറച്ച് വലുതായതുകൊണ്ട് 3-4 തണ്ട് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടാണ് ആ തണ്ടൊന്ന് വലിച്ചെടുക്കുന്നത്.
കുറച്ച് മല്ലിയില തണ്ടാണ് അതിൽ കൂടെ വെച്ച് കൊടുത്തിട്ട് വലിച്ചെടുത്തു. പിന്നെ അല്ലാതെയും കൈകൊണ്ടും അതിൻ്റെ ലീഫെല്ലാം അടർത്തി എടുത്ത് ഇപ്പോൾ എല്ലാം ലീഫും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. തണ്ടും അതിൻ്റെ ലീഫും ഇപ്പം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആ തണ്ട് കളയുന്നില്ല. ഇതുകൊണ്ടൊരു കിടിലൊരു ഐഡിയ ഉണ്ട്. അതൊക്കെ നമുക്ക് പുറകാലെ കാണാം. ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ തവയാണ് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഒരു ബട്ടർ പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ ബട്ടർ പേപ്പറിലോട്ട് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന ആ മല്ലിയില ലീഫെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു പിടിയാണ് ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആ പാത്രത്തിൽ ടച്ച് ചെയ്യാതെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മല്ലിയില ഈ രീതിയിൽ എടുക്കുന്ന സമയത്ത് ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അധികം ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. തീയാണ് മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇരുമ്പിൻ്റെ തവയായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിന് താഴെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കി ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് ആ ബട്ടർ പേപ്പർ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതുകൊണ്ട് ഞാനൊരു വേറെ ഫോർക്ക് വെച്ചിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. അധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം വാടി നല്ലതായിട്ട് ഫ്രൈ ആയി വരും. കുറച്ചേറെ മല്ലിയിലയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ നല്ല മല്ലിയിലയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചേറെ മേടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്ന നല്ലൊരു ഐഡിയ ആണ്. അതേപോലെ നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഇതുപോലെ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിലെടുത്താൽ പൊടിഞ്ഞു വരും. ആ രീതിയിൽ തന്നെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട്. ഡയറക്റ്റ് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മല്ലിയില പെട്ടെന്ന് അത് വാടി കറുത്ത് പോവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മല്ലിയില എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ മല്ലിയില എടുത്തിട്ട് നമുക്ക് പൊടിച്ച് വെക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഓവൻ്റെ ഒരു തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില എല്ലാം വിതറി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലെല്ലാം ഇതുപോലെ വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിനകത്തോട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫോർക്കോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യണം. അപ്പം ഒരു 4 പ്രാവശ്യം ഞാനിവിടെ ചെയ്തിരുന്നു. ഒരു 3 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. നന്നായിട്ടത് വന്നിട്ടുണ്ടെങ്കിൽ വാടി ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. ചിലപ്പം ചില ഇലയൊക്കെ കുറച്ച് വലുതാണെങ്കിൽ കുറച്ചുകൂടെ അതിന് ടൈം എടുക്കും ഒന്ന് വാടി വരാനായിട്ട്. ആ സമയത്ത് കുറച്ചുകൂടെ 1 മിനിറ്റ് കൂടെ കൂടുതൽ വേണമായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ മിനിറ്റ് ഇടവിട്ട് ഇത് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് കാണിച്ചത് ആ തവയെ വെച്ചെടുത്ത മല്ലിയിലയാണ് കാണിച്ചത്. നമ്മൾ ആ ഓവനിൽ വെച്ചെടുത്ത മല്ലിയിലയുടെ ഫ്രഷ്നെസ്സും അതിൻ്റെ കളറും ഒന്നും മങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ആ കളറൊന്നും മങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മല്ലിയില എടുത്തിട്ട് നമുക്ക് മിക്സർ ജാറിലോട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അങ്ങ് പൊടിയായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും. അപ്പം മല്ലിയിലയൊക്കെ ഇതുപോലെ എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇതുപോലെ എടുത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറേയേറെ മല്ലിയില എടുത്തിട്ട് ഈ രീതിയിൽ തന്നെ പൊടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. അതേപോലെ ആ കളറ് മങ്ങി വരുവാണെങ്കിൽ ആ മല്ലിയിലയുടെ ടേസ്റ്റും മണവും ഒക്കെ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കളറ് മങ്ങാതെ വേണം ഇത് നമ്മൾ ഇതുപോലെ ആക്കി എടുക്കാനായിട്ട്. മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മല്ലിയിലേക്ക് ഒരു മണവും അതിൻ്റെ ആ ടേസ്റ്റും ഒക്കെ വ്യത്യാസമായിരിക്കും. ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മല്ലിയിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. അതേപോലെ തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ അടർത്തിയെടുത്ത മല്ലിയില ഒരു കണ്ടെയ്നറിനകത്താക്കി വെച്ചിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വർഷങ്ങളോളം മാസങ്ങളോളം വേണമെങ്കിലും നമുക്ക് മല്ലിയില സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ്.
ഇതുപോലെ മല്ലിയില പൊടിച്ചെടുത്തിട്ട് നമുക്ക് സാമ്പാറിനകത്ത് ചിക്കൻ കറി, ബീഫ്, അതുപോലെ സൂപ്പിനകത്തൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒത്തിരി ഒന്നും ഇടേണ്ടിയില്ല, ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂണ് മതിയാവും. പിന്നെ ആ കറിക്ക് നല്ലൊരു ഫ്ലേവറും രുചിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കുന്നതിനെക്കാട്ടി നല്ലൊരു സ്മെല്ല് ആണ് ഈ രീതിയിൽ പൊടിച്ചിട്ട് എടുക്കുന്ന മല്ലിയിലയ്ക്ക്. ഈ രീതിയിൽ തന്നെ നമുക്ക് ഉലുവയിലയും പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ്. അപ്പം മേത്തി ലീഫ് വേറെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഉലുവയില ഇങ്ങനെ പൊടിച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ച തണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്, അത് കളയരുത്. ഇതുകൊണ്ട് കിടിലൻ ഒരു ഐഡിയ ഉണ്ട്. മല്ലിയില തണ്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടത് പേസ്റ്റാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ രീതിയിലാണ് മല്ലിയില തണ്ട് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള പാട്ടൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്ത് മുമ്പേ അരച്ചെടുത്ത പോലെ തന്നെ ഇപ്പോഴും അത് അരച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പാട്ടും മല്ലിയില തണ്ട് അരച്ചെടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് മിക്സർ ജാറിലോട്ട് ശകലം വെള്ളമോടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളമോടെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. ഇതുപോലെ അരച്ചെടുത്തിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഐസ് ട്രേ ആണ്. അതിലോട്ട് ഓരോ കോളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ ഐസ് ട്രേയിൽ ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ചൊന്ന് ഐസ് കട്ടയാക്കി എടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് മല്ലിയില തണ്ട് എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാർ, സൂപ്പൊക്കെ ഉണ്ടാക്കുന്നതിന്, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനകത്തൊക്കെ നമ്മൾ മല്ലിയില ഇടാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രീസറിൽ നിന്ന് കട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതെടുത്തിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ബോക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് കിട്ടിയിരിക്കുന്നത്, നല്ല കളറാണ്. അത് നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ലാഭം. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും മലയിലൊക്കെ മേടിച്ചിട്ട് ചിലപ്പം പെട്ടെന്ന് തന്നെ അത് അഴുക്കായി പോകാറുണ്ട്. അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഒട്ടുമേ അഴുക്കാതെ തന്നെ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ആ പൊടിച്ച മല്ലിയില ഒരു കുറച്ച് പാട്ടെടുത്ത് ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലൊക്കെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്, ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ബാക്കിയുള്ള മല്ലിയില പൊടിച്ചത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് മല്ലിയില പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറുവപ്പട്ട പൊടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കുന്നുണ്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഈ നല്ലൊരു കളറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതിനകത്ത് ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കളറാണ് ഇതിന് കിട്ടുന്നത്. അങ്ങനെ തിളച്ച് വന്നിട്ട് നമുക്കതൊന്ന് എടുത്ത് അരിച്ച് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടിയിലെ കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി വളരുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഇരുമ്പിൽ ചീഞ്ചിട്ട് എടുത്തിട്ടുണ്ട്, അതിലോട്ട് 2 ടീസ്പൂണ് ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഇൻഡിഗോ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ചോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡൈക്ക് നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയ ആ തേയില വെള്ളത്തോടെ അതിലോട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. തേയിലവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ മിക്സാക്കി എടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ആണെങ്കിലും മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. ഇത് മുടിയിൽ ഇരുന്നിട്ടാണ് ആ കളറ്, ആ ഇൻഡിഗോയുടെ കളറ് നന്നായിട്ട് തന്നെ ആ മുടിയിൽ പിടിക്കുന്നത്. ഹെന്ന തന്നെ ഇടുവാണെങ്കിൽ മുടിക്ക് കിട്ടുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡായിരിക്കും. പിന്നെ അടുത്ത ദിവസം നമ്മൾക്ക് നീലാമരി ജസ്റ്റ് ഇതുപോലെ തേയിലവെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളത്തിലോ കലക്കിയെടുത്ത് മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് മുടിക്ക് നല്ലൊരു കളർ കിട്ടുന്നത്, ബ്ലാക്ക് കളറിൽ വരുന്നത്. പിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ മുടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെമ്പിച്ചിരിക്കും. അതുകൊണ്ട് നല്ല ബ്രാൻഡ് നോക്കി വേണം എടുക്കാനായിട്ട്. അതുപോലെ നീലാമരിയോടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. ആ ബ്ലാക്ക് കളർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. ഇന്നത്തെ ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോയത്. ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ഉള്ള ഓപ്ഷൻ എന്നെ വിളിച്ച് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ചെയ്ത് കൊടുക്കുക. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.